Geethikas kitchen. ഇന്നെന്റെ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫഹാം ചിക്കൻ ആണ്. അൽഫഹാം ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അൽഫഹാം ചിക്കനായിട്ട് 3 കിലോ ചിക്കനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അത് നല്ല വലിയ പീസാക്കി കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് തൈര് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി നീര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ നമുക്ക് ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിലേക്കായിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ 5 വറ്റൽമുളക് ഇടാം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം, 1.5 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് കൂടെ ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലത്തെ ഒരു മണം വരും. നല്ലതുപോലെ വറുത്തിരിക്കുകയാണ്. നമുക്കിതിനി മാറ്റി ഒന്ന് തണുപ്പിക്കാം. തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. പൊടിക്കുന്ന സമയത്ത് തീരെ പൊടിയാവാതെ തരിയുള്ളതുപോലെ നമുക്കിതേപോലെ പൊടിച്ചെടുക്കാം. ഇനി ഇതിൽ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 5 പച്ചമുളക്, നെല്ലിക്ക വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം, 8 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഗരം മസാല, 5 തണ്ട് മല്ലി ഇലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മസാല അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇത് ചിക്കനിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ വരഞ്ഞിരിക്കുന്ന ഭാഗത്തിനകത്ത് എല്ലാം മസാല നല്ലതുപോലെ ഇറക്കുക. ലാസ്റ്റ് നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിലും നല്ലതുപോലെ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു 6 തൊട്ട് 7 മണിക്കൂർ വരെയെങ്കിലും മിനിമം നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കാം. എത്ര വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഇവിടെ നമ്മൾ 6 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. തലേദിവസം രാത്രി ചെയ്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 6 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. മസാലയും ചിക്കനും എല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ വളരെ കുറച്ച് മതി. ഷാലോ ഫ്രൈ ആണ് ഇവിടെ ചെയ്യുന്നത്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് നമുക്ക് വേവിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ മതി. ചിക്കൻ പീസ് രണ്ട് ഈ സൈഡൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നതിന് ശേഷം ഇതൊന്ന് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് 2 സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. ഇതൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് 2 സൈഡും ഒരുപോലെ ഫ്രൈ ആവുന്നത് വരെ നമുക്കിത് വേവിക്കാം. അൽഫാം റെഡി ആയിരിക്കുകയാണ്. 2 സൈഡും ഒരുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന പീസസും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 കനലൊന്ന് ചൂടാക്കിയെടുത്ത് അൽഫാമിൻ്റെ അകത്തൊന്ന് വെച്ച് അതിൽ 2 തുള്ളി എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്ന് സ്മോക്ക് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുന്നതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. ഇന്നത്തെ അൽഫഹാം ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായോ? വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.